ഹലോ. അപ്പോൾ ഇന്ന് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ലെസൺ 2 ആണ്. ലെസൺ 1 കണ്ടതാണോ? കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കോമെൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ. ലെസൺ 1 നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഒരു അടിസ്ഥാന ബേസിക് കട്ടകളില്ലേ, അതൊക്കെ നമ്മൾ നിരത്തി വെച്ചു. അതിൻ്റെ മുകളിലാണ് ഇനി നമ്മൾ വിശാലമായ മാളിക പണിയാൻ പോകുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? സബ്ജക്റ്റും ഒബ്ജക്റ്റും വേർബും പറയണം. സെൻറ്റൻസ് ഏതായിരുന്നു? സേറ ടോട്ട് ലിയാം അല്ലേ. അതിലെ സബ്ജക്റ്റ് ഏതാ? ആരാണ് ടീച്ച് ചെയ്തത്? ടോട്ട് എന്ന് വെച്ചാൽ ടീച്ചിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ആരാണ് പഠിപ്പിച്ചത്? ദ ഡൂവർ, ആക്ഷൻ ചെയ്യുന്ന ആള് സേറ. അപ്പോൾ സബ്ജക്റ്റ് ആരാ? സേറ. വേർബ് ഏതാ? പഠിപ്പിക്കുക എന്നുള്ളത് പ്രവൃത്തി, ടോട്ട്. ഒബ്ജക്റ്റ് ഏതാ? ആരെയാണ് പഠിപ്പിച്ചത്? ലിയാം. അപ്പോൾ അത് കറക്റ്റ് ആക്കിയെന്ന് വിചാരിക്കണം. സിമ്പിളായിരുന്നു. അടുത്തത് പ്രൊനൗൺസ് കറക്റ്റായിട്ട് നമ്മൾ അവിടെ ഫില്ല് ചെയ്യാൻ ഉള്ള ചോദ്യമായിരുന്നു. സേറ ടോട്ട് ലിയാം വെൽ, അല്ലെങ്കിൽ സേറ ടോട്ട് ലിയാം. ഈ സെൻറ്റൻസിൽ ഡാഷ് ടോട്ട് ഡാഷ് ഇംഗ്ലീഷ് അതിൻ്റെ അടുത്ത സെൻറ്റൻസാണ്. അപ്പോൾ എങ്ങനെ പറയും? സേറ ഒരു സ്ത്രീയാണ്, അപ്പോൾ ഷീ അല്ലേ. സബ്ജക്റ്റ് പ്രൊനൗൺ ഷീ. ടോട്ട് ലിയാം അവനെ, ഹിം ആൺകുട്ടി ആയതുകൊണ്ട് ഹിം. ഷീ ടോട്ട് ഹിം ഇംഗ്ലീഷ്. ഇത് കറക്റ്റ് ആക്കിയിരുന്നോ? ഇത് കറക്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ലെസൺ 1 ഒന്നുകൂടെ കാണണം. അത് ബേസിക് ക്ലിയർ ആവാണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഓക്കെ. അത് ലെസൺ 1 എന്തായാലും ഒന്നുകൂടെ കാണണം. ഇത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ചോദ്യം എന്തായിരുന്നു? ഈ സെൻറ്റൻസ് കറക്റ്റ് ചെയ്യണം. ഏതായിരുന്നു സെൻറ്റൻസ്? ഷീ ഗേവ് മീ ആൻ അഡ്വൈസ്. എന്താ തെറ്റ്? അൺകൗണ്ടബിൾ ആയിട്ടുള്ള കുറച്ച് നൗൺസ് ഉണ്ട്, അതിൽ പെട്ടതാണ് അഡ്വൈസ്. അപ്പോൾ ആൻ അഡ്വൈസ് എന്ന് പറയില്ല. പിന്നെ എന്താ പറയുക? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എ പീസ് ഓഫ് അഡ്വൈസ്. അപ്പോൾ ഷീ ഗേവ് മീ എ പീസ് ഓഫ് അഡ്വൈസ്. ശരിയാക്കിയോ? എല്ലാം ശരിയാക്കിയ ആൾക്കാരുണ്ടോ? നന്നായി ഓൾറെഡി അറിയാവുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും. എല്ലാം ശരിയാക്കിയത് കുഴപ്പമില്ല. പക്ഷെ മിസ്റ്റേക്സ് വരുത്തിയവരിലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്സ് ഏതാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. മിസ്റ്റേക്സ് ആണ് മുന്നോട്ട് പോകുന്നതിൻ്റെ ആ പ്രധാന സംഭവം. അത് മിസ്റ്റേക്സ് വരുത്തിയില്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് ഒന്നില്ലെങ്കിൽ അറിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നും അറിയാണ്ടായിരിക്കും. അപ്പോൾ അറിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒന്നും അറിയാണ്ടാവുമ്പോൾ അല്ലേ, ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും മിസ്റ്റേക്ക് ഒന്നും വരത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സങ്കടപ്പെടരുത്. ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ലേണിംഗ് നടക്കും. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നെക്സ്റ്റ് സ്റ്റെപ്സ് എടുക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഒരിത്തിരി ബേസിക്സ് കൂടെ പഠിക്കണം. അതുകൂടെ കവർ ചെയ്തിട്ട് നമ്മൾ ഒരു ടെൻസ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജക്റ്റീവ്സ് ആർ വേർഡ്സ് വിച്ച് ഡിസ്ക്രൈബ് നൗൺസ്. ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് വെച്ചാൽ വിശേഷിപ്പിക്കുക. നൗൺസിനെ വിശേഷിപ്പിക്കുന്ന, നൗൺസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ, ഓർമ്മയുണ്ടല്ലോ. നൗൺസിനെ വിശേഷിപ്പിക്കുന്ന വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ്സ്. നൗൺസിനെ വിശേഷിപ്പിക്കുക. ഇപ്പോൾ നൗൺ പറഞ്ഞേ, ബുക്ക്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് അവിടെ ബുക്കിനെ വിശേഷിപ്പിക്കുന്ന ഒരു സംഭവമായി. അപ്പോൾ ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. അവിടെ എന്തുകൊണ്ടാണ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് എന്ന് വന്നത്? ഇൻട്രസ്റ്റിംഗിൻ്റെ സൗണ്ട് ഇ വന്നുകൊണ്ട് ആൻ കേട്ടോ. ബുക്കല്ല നോക്കേണ്ടത്. എയോ ആനോ കഴിഞ്ഞിട്ടുള്ള വേർഡ് ഏതാന്ന് നോക്കുക. അതനുസരിച്ചാണ് ആണോ ആൻ ആണോ എന്ന് വരിക. എ ഫാന്റാസ്റ്റിക് ബുക്ക് അങ്ങനെ പറയാം. എന്നുള്ള സൗണ്ട് വന്നുകൊണ്ട് മതി. ഈ വരുമ്പോൾ ആൻ വേണം. ഓക്കെ. ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. നല്ലൊരു ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ, നല്ല രുചികരമായ ഒരു ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാം? എ ഡെലിഷ്യസ് ചോക്ലേറ്റ്. എ ഡെലിഷ്യസ്, നല്ല രുചികരമായത്. ഓക്കെ. ഒരു ഡ്രിങ്ക് നമ്മൾ ഓടി തളർന്ന് ക്ഷീണിച്ച് വന്നപ്പം അത് കുടിച്ചപ്പോൾ നമ്മൾ ഭയങ്കര ഫ്രഷായി. അപ്പോൾ എന്താ പറയുക? എ റിഫ്രഷിങ് ഡ്രിങ്ക്. എ റിഫ്രഷിങ് ഡ്രിങ്ക്. അപ്പോൾ പൊതുവെ നമ്മുടെ അഡ്ജക്റ്റീവ്സ് എവിടെ വരിക? നൗണിൻ്റെ മുമ്പായിട്ട് അല്ലേ. ഇനി ഈ അഡ്ജക്റ്റീവ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആഡ്വേർബ്സിനെ യൂസ് ചെയ്യാം. ആഡ്വേർബ്സ് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കും. അതിന് മുമ്പ് ഈ അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ കവർ ചെയ്ത് പോകേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ബുക്ക് നമ്മൾ പറഞ്ഞില്ലേ, an എക്സൈറ്റിംഗ് ബുക്ക് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ an ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ചില സമയത്ത് നമ്മൾ എ റിയലി ഇൻട്രസ്റ്റിംഗ് ബുക്ക് അല്ലെങ്കിൽ റിയലി എക്സൈറ്റിംഗ് ബുക്ക് എന്നൊക്കെ പറയും. അപ്പോൾ റിയലി അവിടെ എന്താ? റിയലി അവിടെ
എക്സൈറ്റിങ്ങിനെ വിശേഷിപ്പിക്കുന്നത് അല്ലേ? എങ്ങനത്തെ എക്സൈറ്റിംഗ് ആണ്? റിയലി എക്സൈറ്റിംഗ്. അത് ആഡ്വേർബ്സ് ആണ്. അപ്പോൾ റിയലി, ആബ്സല്യൂട്ട്ലി, ടോട്ടലി, കംപ്ലീറ്റ്ലി എന്നൊക്കെ പറയുന്നത് ആഡ്വേർബ്സ് ആണ്. ശരിക്കും ആഡ്വേർബ്സ് ഇവിടെ മാത്രമല്ല, ആഡ്വേർബ്സ് മെയിനായിട്ട് വരുന്നത് വേർബ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. ഹൗ, വെൻ ഓർ വെയർ യു ഡു സംതിങ്. ഹൗ എന്ന് വെച്ചാൽ എങ്ങനെ, വെൻ എന്ന് വെച്ചാൽ എപ്പം, വെയർ എന്ന് വെച്ചാൽ എവിടെ. Adverbs are used with verbs to say how, when and where you do something. നമ്മൾ എങ്ങനെ, എപ്പോൾ, എവിടെയൊക്കെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ആഡ്വേർബ്സ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ആഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഒരു വസ്തുവിനെ, ഒരു സ്ഥലത്തെ, ഒരാളെയൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് ആഡ്ജക്റ്റീവ്സ്. ആഡ്വേർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രവൃത്തി ചെയ്യുന്നു, അതല്ലേ വേർബ്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതുക, നമ്മൾ വേഗത്തിൽ എഴുതുക. അപ്പോൾ ഞാൻ വേഗത്തിൽ എഴുതി, എഴുതുക എന്ന് പറയാൻ റൈറ്റ്, പാസ്റ്റ് ടെൻസ് റോട്ട്. ഐ റോട്ട് ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എഴുതി. ഓക്കെ, അപ്പോൾ അവിടെ ക്വിക്ക്ലി, പെട്ടെന്ന് എന്ന് പറയുന്നത് എന്തിനെ വിശേഷിപ്പിക്കുന്ന? എഴുത്തിനെ അല്ലേ, എന്നെയല്ല, എഴുതുന്നത് എങ്ങനെയാന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ ഐ റോട്ട് ക്വിക്ക്ലി, അവിടെ ക്വിക്ക്ലി ആണ് ആഡ്വേർബ്. അപ്പോൾ നമ്മൾ പൊതുവെ ആഡ്വേർബ്സ് ഉണ്ടാക്കുക, നമ്മൾ അഡ്ജക്റ്റീവിൻ്റെ കൂടെ ഒരു ലി, LY ഇട്ടാൽ മതി. ഇപ്പോൾ സേഫ് എന്നുള്ള അഡ്ജക്റ്റീവിന് സേഫ്ലി എന്ന് പറഞ്ഞാൽ അതൊരു ആഡ്വേർബാണ്. ആഡ്വേർബ്സ് പൊതുവെ വേർബ്സ് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ സെൻറ്റൻസില്ലേ, ഐ റോട്ട് ക്വിക്ക്ലി, ഐ സബ്ജക്റ്റ്, റോട്ട് വേർബ്, ക്വിക്ക്ലി ആഡ്വേർബ്. ഓക്കെ, ഇനി വേർബിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, എല്ലാത്തിനും ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്നില്ല, സബ്ജക്റ്റും വേർബും മാത്രം വരാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വരുന്നുണ്ടെങ്കിൽ ആഡ്വേർബ് കംസ് ആഫ്റ്റർ ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആണ് ആഡ്വേർബ് വരിക. ഇപ്പോൾ ഐ റൈറ്റ് ക്വിക്ക്ലി എന്ന് പറഞ്ഞില്ലേ, ഐ റൈറ്റ് ബുക്സ് ക്വിക്ക്ലി അല്ലെങ്കിൽ സ്ലോലി. അപ്പോൾ ഒബ്ജക്റ്റ് ബുക്സ് അല്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാം. ഐ റൈറ്റ് ബുക്സ് സ്ലോലി. ഓക്കെ, ഐ റൈറ്റ് സ്ലോലി ബുക്സ് എന്ന് പറയരുതെന്ന് പറയുന്നത് വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഐ വാക്ക് സ്ലോലി, അപ്പോൾ അവിടെ ഒബ്ജക്റ്റ് ഇല്ല അല്ലേ. എന്തിനേ നടന്നു, വാക്ക് എന്ന് വെച്ചാൽ നടക്കുക, എന്തിനേ നടന്നു, ആരേ നടന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, ഒബ്ജക്റ്റ് ഇല്ലാത്ത സെൻറ്റൻസ് ഉണ്ടാവും. പക്ഷേ ഞാൻ പുസ്തകങ്ങൾ വളരെ പതുക്കെയാണ് എഴുതാറ്. ഐ റൈറ്റ് ബുക്സ് സ്ലോലി. അപ്പോൾ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് എന്ത് വരണ്ടേ, ആഡ്വേർബ് വരണ്ടേ. അപ്പോൾ ഐ എന്ന് വെച്ചാൽ സബ്ജക്റ്റ്, റൈറ്റ് എന്ന് വെച്ചാൽ വേർബ്, ബുക്സ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ആണ്, സ്ലോലി എന്ന് വെച്ചാൽ അവിടെ ആഡ്വേർബ് ആണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പൊതുവെ പറഞ്ഞത് ആഡ്വേർബ്സ് എന്ന് വെച്ചാൽ LY ചേർത്തിട്ട് ഉണ്ടാക്കാമെന്നാണ് അല്ലേ. ഇപ്പോൾ ഫാസ്റ്റ്ലി എന്ന് പക്ഷെ പറയരുത്, അതാണ് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫാസ്റ്റ്ലി എന്നൊരു വാക്കില്ല, ഫാസ്റ്റ് എന്നുള്ളതിൻ്റെ ആഡ്വേർബ് ഫാസ്റ്റ് തന്നെയാണ്. അവൻ ഓടി, ഹീ റാൻ. അവൻ എങ്ങനെ ഓടി? വേഗത്തിൽ ഓടി. ഹീ റാൻ ഫാസ്റ്റ്. ഫാസ്റ്റ്ലി എന്ന് പറയരുത്. ചില കാര്യങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കണം. പിന്നെ ആഡ്വേർബ്സ് പൊതുവെ LY ചേർത്ത് ഉണ്ടാക്കുമെങ്കിലും ഇറഗുലർ ആഡ്വേർബ്സ് ഉണ്ട്, അതിനിങ്ങനെയല്ല നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, അതെങ്ങനെ ഉണ്ടാക്കുക? അത് ഓരോന്നിനും ഓരോ ടൈപ്പായിരിക്കും. ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഗുഡ്, നല്ല മണം, ഗുഡ് സ്മെൽ. നല്ല ഷൂസ്, ഗുഡ് ഷൂസ്. നല്ല കുട്ടി, ഗുഡ് ബോയ്. അല്ലെങ്കിൽ നല്ല ആൺകുട്ടി എന്ന് പറയാൻ ഗുഡ് ബോയ്. പക്ഷേ ഒരു പ്രവൃത്തി നല്ലതാണെന്ന് പറയാൻ നമ്മൾ ഗുഡ് അല്ല ഉപയോഗിക്കുക, വെൽ. ഓക്കെ, ഷീ റോട്ട് വെൽ, നന്നായിട്ട് എഴുതി. ഷീ സ്പോക്ക് വെൽ, അവൾ നന്നായിട്ട് സംസാരിച്ചു. ഷീ റാൻ വെൽ, അവൾ നന്നായിട്ട് ഓടി. ഓക്കെ, അപ്പോൾ ഗുഡ് എന്ന് നമ്മൾ അഡ്ജക്റ്റീവായിട്ടും വെൽ എന്ന് നമ്മൾ ആഡ്വേർബായിട്ട് യൂസ് ചെയ്യാം. ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഫാസ്റ്റ് കാർ. ആ കാറ് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള കാറാണെങ്കിൽ ദാറ്റ് ഈസ് എ ഫാസ്റ്റ് കാർ. ആ കാറിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് അല്ലേ. ബ്യൂട്ടിഫുൾ കാർ, അതുപോലെ ഫാസ്റ്റ് കാർ. ഹി റാൻ ഫാസ്റ്റ്, അതും ഫാസ്റ്റ് തന്നെ, ആഡ്വേർബും ഫാസ്റ്റ് തന്നെ. അതുപോലെ ഹാർഡ്, ഹാർഡ്ലി എന്നല്ല കേട്ടോ, ഹാർഡിൻ്റെ ആഡ്വേർബ് ഹാർഡ് തന്നെയാണ്. ഹാർഡ് എന്ന് വെച്ചാൽ നല്ല ഒരു ഹാർഡ് സ്റ്റോൺ, നല്ല ഹാർഡായിട്ടുള്ള, മൃദു അല്ലാത്ത ഹാർഡായിട്ടുള്ള സ്റ്റോൺ. മൃദു എന്ന് പറഞ്ഞാൽ സോഫ്റ്റാണ്. ഹാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയുള്ളത്, അതാണ് ഹാർഡ്. ഹാർഡിൻ്റെ ആഡ്വേർബായിട്ട് വരുമ്പോൾ അത് ഹാർഡ്ലി എന്ന് പറയരുത്, അതും ഹാർഡ് തന്നെയാണ്, ഫാസ്റ്റ് പോലെ. അതുപോലെ റോങ്ങിന് റോങ് തന്നെയാണ്, ഏർലി തന്നെയാണ്. ഓക്കെ, ഇനി
ആഡ്വേർബ്സ് ഓഫ് ടൈം ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. എന്താണ് ഈ ആഡ്വേർബ്സ് ഓഫ് ടൈം ആൻഡ് ഫ്രീക്വൻസി? ദേ ഡിസ്ക്രൈബ് ഹൗ ഓഫ്റ്റൻ യു ഡു സംതിങ്. എത്ര കൂടുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആഡ്വേർബ്സ്. പല ടൈപ്പ് ഉണ്ട്. ഇത് ടൈം ആൻഡ് ഫ്രീക്വൻസിയുടെ ആഡ്വേർബ്സിനെ കുറിച്ച് ഞാൻ പറയണത്. ഇപ്പോൾ എപ്പോഴും ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ചെയ്യാറുണ്ട്, പലപ്പോഴും ചെയ്യാറുണ്ട് എന്നൊക്കെ പറയില്ലേ, അതൊക്കെയാണ് ഈ ആഡ്വേർബ്സ് ഓഫ് ടൈം ആൻഡ് ഫ്രീക്വൻസി. എന്ന് വെച്ചാൽ എത്ര കാലം കൂടുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴും ചെയ്യാറുണ്ടോ, വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ എന്നൊക്കെ നമ്മൾ വല്ലപ്പോഴും എപ്പോഴും എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണിത്. ഇപ്പോൾ ഞാൻ സ്കൂളിലേക്ക് എപ്പോഴും നടന്നാണ് പോവാറ് എന്ന് പറയാൻ ഐ ഓൾവേസ് വാക്ക് ടു സ്കൂൾ. ഐ ഓൾവേസ് വാക്ക് ടു സ്കൂൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ സെൻറ്റൻസ് സ്ട്രക്ചർ അധികം പേടിക്കണ്ട. ആ ഓൾവേസ്, എപ്പോഴും എന്ന് പറയാൻ ഓൾവേസ്. അപ്പോൾ ഇതുപോലെ ഉപയോഗിക്കാവുന്ന വേറെ കാര്യങ്ങളാണ് ഓൾവേസ് പോലെ ഉപയോഗിക്കുന്നത്. യൂഷ്വലി, സാധാരണ. നോർമലി എന്ന് വെച്ചാൽ സാധാരണ തന്നെയാണ് അർത്ഥം. ഓഫ്റ്റൻ എന്ന് വെച്ചാൽ പലപ്പോഴും. സംടൈംസ് വെച്ചാൽ ചില സമയങ്ങളിൽ. റെയർലി എന്ന് വെച്ചാൽ വിരളമായിട്ട്. നെവർ എന്ന് വെച്ചാൽ ഒരിക്കലും ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ സെൻറ്റൻസുകളിൽ ഇത് വരും ഇനി, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും എന്താണെന്ന് കണ്ടു. ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. എന്താണത്? പ്രസൻറ്റ് ടെൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടത്, നിങ്ങൾ ഈ ടെൻസുകൾ പഠിക്കുമ്പോൾ മലയാളത്തിൽ ഇങ്ങനെ പറയും, അപ്പോൾ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും എന്ന് വെച്ച് പഠിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ ചിലപ്പോൾ ടെൻഡൻസി തോന്നും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനത്തെ സെൻറ്റൻസ്. പക്ഷെ അങ്ങനെ പഠിച്ചാൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആകെ സ്റ്റക്കാവും. കാരണം ഇങ്ങനെയൊന്നും അല്ലാത്ത ടൈപ്പ് റൂൾസ് വരും. ഇംഗ്ലീഷ് ഇങ്ങനെ മലയാളം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, മലയാളത്തിൻ്റെ പോലെ തന്നെ ഉണ്ടാക്കിയൊരു ലാംഗ്വേജ് അല്ല. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ കുറേ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്. മലയാളം പോലെ അതേ രീതിയിൽ ഉണ്ടായി വന്ന ലാംഗ്വേജ് അല്ല. അപ്പോൾ ആ വ്യത്യാസങ്ങൾ നമ്മൾ മലയാളത്തിൽ എപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ലെവൽ വരെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയെത്തും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അതിൻ്റെ ആ അന്തസത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ടെൻസ് അത് എവിടെ ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു ഇമോഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യണം. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എവിടെയൊക്കെ ഉപയോഗിക്കാൻ നോക്കിയിട്ട് അതിൻ്റെ ആ ഇമോഷനായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടുപറ്റില്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വായിലത് വരും ആ ടെൻസ്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് വെച്ചാൽ ഇത് പഠിക്കുമ്പം എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് കുറച്ച് വേർബ്സ് ഉണ്ട്. വേർബ്സ് എന്ന് വെച്ചാൽ അറിയാലോ, പ്രവൃത്തികൾ. അതിൽ തന്നെ ബി, ഹാവ്, ഡു, ഈ 3 വേർബ്സ് നമ്മൾ എസ്പെഷ്യലി എടുത്ത് ശ്രദ്ധിക്കണം. കാരണം ഇതൊക്കെ വേർബ്സ് ആണ്. ഈ റൈറ്റ്, തിങ്ക്, ഗോ, വാക്ക് എന്നൊക്കെ പറയണ മാതിരി തന്നെയുള്ള വേർബ്സ് ആണ് ബി, ഹാവ്, ഡു. ഈ വേർബ്സ് എസ്പെഷ്യലി എടുത്ത് ഞാൻ പഠിപ്പിച്ചു തരാം, കാരണം ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെയാണ് ആൾക്കാർ പൊതുവെ സ്റ്റക്ക് ആവുക. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു സെൻറ്റൻസ് നമ്മൾ പറയാണ്, ഐ എം വിനി, ഐ ഈറ്റ് വെജിറ്റബിൾസ്. ഞാൻ വിനിയാണ്, ഞാൻ വെജിറ്റബിൾസ് കഴിക്കാറുണ്ട് എന്നുള്ള 2 സെൻറ്റൻസുകളിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുമ്പം ആം ഐ വിനി എന്ന് വരും. രണ്ടാമത്തെ ചോദ്യങ്ങൾ ഡു ഐ ഈറ്റ് വെജിറ്റബിൾസ് എന്ന് വരും. അപ്പോൾ എവിടെയാണ് ഈ ഡു വെക്കേണ്ടത്, എന്താണ് ഈ ആം വെച്ച്, എന്താ അവിടെ ഡു വരാത്തത്, ഇങ്ങനത്തെ കുറേ സംശയങ്ങൾ വരില്ലേ. ഇതൊക്കെ നമുക്ക് ക്ലിയർ ആയി കൊണ്ടുപോകണം. ഓക്കെ, അതൊക്കെ നമുക്ക് ഈ കോഴ്സിൽ അങ്ങ് ക്ലിയർ ആയി കൊണ്ടുപോകും. ശ്രദ്ധിച്ചിരുന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു സെൻറ്റൻസ് പറയാം. റോയ് ഈസ് എ ബസ് ഡ്രൈവർ. ബട്ട് എന്ന് വെച്ചാൽ പക്ഷേ, നൗ ഹീ ഈസ് ഇൻ ബെഡ്. പക്ഷെ ഇപ്പം അയാൾ എവിടെയാണ്? ഹീ ഈസ് ഇൻ ബെഡ്, ബെഡിലാണ്. അസ്ലീപ്പ്, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ സെൻറ്റൻസ്. അപ്പോൾ ഈ സെൻറ്റൻസ് ഏത് ടെൻസിലാണെന്നറിയോ? ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഒരാൾ ആരാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടും അയാൾ ഇപ്പം എവിടെയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കും. ഹീ ഡ്രൈവ്സ് എ ബസ്. അയാൾ എന്താണ് ചെയ്യാറ്? അയാൾ ബസ് ഓടിക്കുകയാണ് ചെയ്യാറ്. അയാൾ ബസ് ഡ്രൈവറാണ്. ഹീ ഈസ് എ ബസ് ഡ്രൈവർ. ഇപ്പോൾ ഒരാളുടെ പ്രൊഫഷൻ. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുക. ഏതൊക്കെയാണ്? ഒരാളുടെ ഐഡൻറ്റിറ്റി. റോയ് ഈസ് എ ബസ് ഡ്രൈവർ. അപ്പോൾ അയാൾ എന്താണ്? അയാളുടെ പ്രൊഫഷൻ. ബട്ട് നൗ ഹീ ഈസ് ഇൻ ബെഡ് അസ്ലീപ്പ്. ഇപ്പം അയാൾ എവിടെയാണ്? അപ്പോൾ അയാൾ ആരാണ്, എന്താണെന്നുള്ള ഐഡൻറ്റിറ്റി, എവിടെയാണ്, അയാൾ എന്താണ് ചെയ്യാറ്. ഹി ഡ്രൈവ്സ് എ ബസ്. ഇവിടെ ഡ്രൈവ്സ് എന്നുണ്ടോ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മൾ പൊതുവെ ഡ്രൈവ്, ഓടിക്കുക, വണ്ടി ഓടിക്കുക എന്നുള്ള ഡ്രൈവ് എന്ന് പറയും. പക്ഷേ ഹി ഡ്രൈവ്സ്, ഓടിക്കാറുണ്ട് എന്ത്? ബസ്. അപ്പോൾ ഡ്രൈവ്സ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. പിന്നെ അയാളുടെ പ്രൊഫഷൻ അല്ലേ, ഹീ ഈസ് എ ബസ് ഡ്രൈവർ. അയാൾ ആരാണ്? ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? സിമ്പിൾ പ്രസൻറ്റ്.
അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുമ്പം നമ്മൾ സബ്ജക്റ്റ് നോക്കണം. നമുക്ക് സബ്ജക്റ്റ് ആരാന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്ക് എളുപ്പം നമുക്ക് ഇത് പഠിക്കാൻ പറ്റും. അതാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചത്. സബ്ജക്റ്റ് ഐ, യു, ദേ, വി ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ നമ്മൾ വേർബ് അതിൻ്റെ ബേസ് ഫോമിൽ, അതെങ്ങനെ നമ്മൾ വേർബ് പൊതുവെ പറയാറ് ഇല്ലേ, ഈറ്റ്, ഡ്രിങ്ക്, വർക്ക്, ഡ്രൈവ്, അതേ ഫോമിൽ വെക്കുക, എസ് ഒന്നും ചേർക്കണ്ട. പക്ഷേ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും അല്ലാത്ത വേറെ ഒരാളാണെങ്കിൽ, ഓക്കെ, ഞാനോ നിങ്ങളോ അല്ലാത്ത, ഐ അല്ലെങ്കിൽ യു അല്ലാത്ത വേറെ ഒരാളാണെങ്കിൽ എന്ത് ചേർക്കണം? എസ് ചേർക്കണം ആ വേർബിൻ്റെ ഒപ്പം. ഇപ്പം ഐ, യു, ദേ, വി അതിൻ്റെ കൂടെ ഡ്രൈവ് അല്ലെങ്കിൽ വർക്ക് അല്ലെങ്കിൽ ഡു എന്നാണ് വരിക. ഹി, ഷീ, ഇറ്റിൻ്റെ ഒപ്പം ഡ്രൈവ്സ്, വർക്ക്സ്, ഡസ് എന്നാണ് വരിക. ഹി, ഷീറ്റ് മാത്രമല്ല ഒരാളുടെ പേര്, നമ്മൾ രണ്ടുപേരും അല്ലാത്ത വേറെ ഒരാളുടെ പേരാണെങ്കിലും ഇങ്ങനെ വരിക. അത് ശ്രദ്ധിക്കണം കേട്ടോ. വേറെ ഒരാളാണ്, വേറെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ പറ്റില്ല, നമ്മൾ രണ്ടുപേരും ആവാൻ പാടില്ല. ഐയും യുവും അല്ലാതെ വേറൊരാൾ. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എപ്പോഴാണ് യൂസ് ചെയ്യുക? വി യൂസ് ദ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ടു ടോക്ക് അബൌട്ട് തിങ്സ് ഇൻ ജനറൽ ഓർ തിങ്സ് വിച്ച് റിപ്പീറ്റ് ഓർ ദാറ്റ് സംതിങ് ഇസ് ട്രൂ ഇൻ ജനറൽ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എപ്പോഴൊക്കെ ഉപയോഗിക്കാം? ടു ടോക്ക് അബൌട്ട് തിങ്സ് ഇൻ ജനറൽ. നമ്മൾ സാധാരണ ഉള്ള ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളില്ലേ, സാധാരണ ഉള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ. അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്നതോ ആയ കാര്യങ്ങൾ, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയാനുള്ള കാര്യങ്ങൾ, ജനറൽ കാര്യങ്ങൾ, അതാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് കൂടുതൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ എല്ലാപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കാറ്. ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു അല്ലേ, അങ്ങനത്തെ സെൻറ്റൻസുകൾ. എപ്പോഴും കിഴക്കല്ല ഉദിക്കുന്നത്, അല്ലെങ്കിൽ പടിഞ്ഞാറ് അസ്തമിക്കുന്നു, ഇങ്ങനത്തെ ഒക്കെ സെൻറ്റൻസുകൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയാം. മനസ്സിലായോ? നേഴ്സുമാർ പേഷ്യൻസിനെ ഹോസ്പിറ്റൽസിൽ നോക്കാറുണ്ട്. നേഴ്സസ് നോക്കുക എന്ന് വെച്ചാൽ ലുക്ക് ആഫ്റ്റർ ആരെ? രോഗികൾ. പേഷ്യൻസ് എവിടെ? ഹോസ്പിറ്റലുകൾ, ഇൻ ഹോസ്പിറ്റൽസ്. നേഴ്സസ് ലുക്ക് ആഫ്റ്റർ പേഷ്യൻസ് ഇൻ ഹോസ്പിറ്റൽസ്. എന്തുകൊണ്ടാണ് അവിടെ ലുക്സ് ആഫ്റ്റർ എന്ന് വരാതിരുന്നേ, എസ് ഇടാതിരുന്നേ? ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ പരിപാലിക്കുക എന്നർത്ഥം കേട്ടോ, ലുക്ക് ആഫ്റ്റർ. നേഴ്സസ് പ്ലൂറൽ, ഒന്നിക്കൂടുതലുള്ളപ്പോൾ നമ്മൾ ലുക്സ് ഇടണ്ട. സിംഗിൾ ആണെങ്കിൽ, നമ്മൾ രണ്ടുപേരും അല്ലാത്ത സിംഗിൾ ആയിട്ടുള്ള ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ് ഇടുക, അങ്ങനെ ആലോചിച്ചാൽ മതി. നേഴ്സസ് ലുക്ക് ആഫ്റ്റർ പേഷ്യൻസ് ഇൻ ഹോസ്പിറ്റൽസ്. ഞാൻ തിങ്കളാഴ്ചകളിലാണ് കുക്ക് ചെയ്യാറ്. എങ്ങനെ പറയും? ഞാൻ സാധാരണ എന്ന് പറയാൻ വേണ്ടി ഐ യൂഷ്വലി കുക്ക് ഓൺ മൺഡേയ്സ്. ഐ യൂഷ്വലി കുക്ക് ഓൺ മൺഡേയ്സ്. ഞാൻ സാധാരണ തിങ്കളാഴ്ചകളിലാണ് കുക്ക് ചെയ്യാറ്. ഐ യൂഷ്വലി കുക്ക്. എന്താ അവിടെ കുക്സ് എന്ന് വരാതിരുന്നേ? ഐ, യു, ദേവിയുടെ കൂടെ കുക്സ് വേണ്ട. വേറെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര്, വേറെ ആളുടെ കേട്ടോ, നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആളുടെ പേരാകുമ്പോൾ അവിടെ എസ് വേണം. ഐ യൂഷ്വലി കുക്ക് ഓൺ മൺഡേയ്സ്. മൺഡേയ്സ് എന്ന് വെച്ചാൽ തിങ്കളാഴ്ചകളിൽ. ഏതോ ഒരു തിങ്കളാഴ്ചയല്ല, സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്, ജനറൽ കാര്യങ്ങളാണ്. ഓക്കെ, ഏതോ ഒരു തിങ്കളാഴ്ച കുക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറയില്ല. സാധാരണ തിങ്കളാഴ്ചകളിലാണ് ഞാൻ കുക്ക് ചെയ്യാറ്. ഐ യൂഷ്വലി കുക്ക് ഓൺ മൺഡേയ്സ്. ഒരു യൂണിവേഴ്സൽ ഫാക്ട്, എല്ലാപ്പോഴും ശരിയായിട്ടുള്ളൊരു കാര്യം പറയാം. എന്താ? ഞാൻ പറഞ്ഞില്ലേ, സൂര്യൻ കിഴക്കുദിക്കുന്നു, അസ്തമിക്കുന്നു മുതലായ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളാണെന്ന്. അതേപോലെ തന്നെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു. എങ്ങനെ പറയും? ഭൂമി എപ്പോഴും ദ എർത്ത് എന്ന് പറയണം കേട്ടോ. ദി എർത്ത് ഗോസ് റൗണ്ട് ദ സൺ. സൂര്യന് ചുറ്റും കറങ്ങുന്നു. കണ്ടോ? ദി എർത്ത്, അത് ഒരു സംഭവം അല്ലേ, ഒരു ഒബ്ജക്റ്റ് അല്ലേ, അതുകൊണ്ടാണ് ഗോസ്, ഗോ അല്ല. ദി എർത്ത് ഗോസ് റൗണ്ട് ദ സൺ. ഓക്കെ, കട 8:30 രാവിലെ തുറക്കാറ്. എങ്ങനെ പറയും? സബ്ജക്റ്റ് ആദ്യം പറയണം. ദ ഷോപ്പ് അല്ലെ, കട, ദ ഷോപ്പ് തുറക്കുക. ഓപ്പൺസ്, എസ് വേണം, കാരണം ഷോപ്പ് ഒരു സാധനമേ ഉള്ളൂ. ദ ഷോപ്പ് ഓപ്പൺസ് എത്ര മണിക്ക്? സമയത്തിൻ്റെ കൂടെ നമ്മൾ അറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ ചേർക്കും. ഇത് നമ്മൾ പഠിക്കാം, പക്ഷേ ഇപ്പം ഒന്ന് മനസ്സിലാക്കി ഇങ്ങനെ പോകാം. പ്രപ്പോസിഷൻസ് എന്ന് പറയും അറ്റ്, ഇൻ, ഓൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദ ഷോപ്പ് ഓപ്പൺസ് അറ്റ് 8:30. എപ്പോൾ? രാവിലെ, ഇൻ ദ മോർണിംഗ്. ശ്രദ്ധിക്കണം, ഒരു കൃത്യസമയം പറയുമ്പോൾ അറ്റും, ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ. രാവിലെ എന്ന് പറയാൻ മോർണിംഗ്, ഉച്ചയ്ക്ക് എന്ന് പറയാൻ ആഫ്റ്റർനൂൺ, വൈകുന്നേരം എന്ന് പറയാൻ ഇൻ ദ ഈവനിങ്, ഉച്ചതിരിഞ്ഞെന്ന് പറയാൻ ഇൻ ദി ആഫ്റ്റർനൂൺ കേട്ടോ. രാവിലെ മോർണിംഗ്, ഉച്ചതിരിഞ്ഞ്
ആഫ്റ്റർനൂൺ, വൈകുന്നേരം ഈവനിങ്. ഈ രാവിലെയും ഉച്ചതിരിഞ്ഞും വൈകുന്നേരവും അതിൻ്റെ കൂടെ ഇൻ ദ എന്ന് പറയാം. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. ഉച്ചയ്ക്ക് അറ്റ് നൂൺ, അർദ്ധരാത്രി അറ്റ് മിഡ് നൈറ്റ്, അല്ലെങ്കിൽ രാത്രി അറ്റ് നൈറ്റ്. നൈറ്റിൻ്റെ കൂടെ ദ വേണ്ട, അറ്റ് നൈറ്റ് എന്നാ പറയാം. ഓക്കെ, അപ്പോൾ രാവിലെ എന്ന് പറയാം ഇൻ ദ മോർണിംഗ്. എത്ര മണിക്ക്? അറ്റ് 8:30 ഇൻ ദ മോർണിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്, പലരും വരുന്ന മിസ്റ്റേക്സ് ആണ്. അപ്പോൾ ഈ സെൻറ്റൻസ് മനസ്സിലായല്ലോ? എൻ്റെ കൂടെ എല്ലാ സെൻറ്റൻസിലും ഉറക്കെ പറയാം, എന്നാലേ മൗത്തിൽ അത് ആ മസിൽ ഗ്രൂപ്പ്സ് ഒക്കെ നിങ്ങളുടെ ഇളകി ഇതൊക്കെ പറയാനുള്ളൊരു പ്രിപ്പറേഷൻ വരുള്ളൂ. ഓക്കെ, ദ ഷോപ്പ് ഓപ്പൺസ് അറ്റ് 8:30 ഇൻ ദ മോർണിംഗ്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇതൊരു ചോദ്യം ഉണ്ടാക്കണ്ടേ, നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കണ്ടേ. എങ്ങനെ ഉണ്ടാക്കുക എന്ന്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ചോദ്യങ്ങളും നെഗറ്റീവ് സെൻറ്റൻസും ഉണ്ടാക്കാൻ നമ്മൾ 2 ടൈപ്പ് സെൻറ്റൻസുകൾ പഠിക്കണം. ഒന്ന്, അതിൽ വേർബ് ആരാന്ന് നോക്കണം. ബി ആണ് വേർബെങ്കിൽ നമ്മൾ ആ ബിയുടെ ഫോം വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ബി അല്ല വേർബെങ്കിൽ നമ്മൾ ഡുവോ ഡസ്സോ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അത്രയും മനസ്സിലായോ? ഇത് മനസ്സിലാവാൻ ചാൻസ് ഇല്ല, കാരണം അതിനും ബി എന്താന്ന് പറയണം. ആവുക എന്നുള്ള വേർബാണ് ബി. ആവുക, ആവുക എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒന്ന് ആവുക. ഞാൻ വിനിയാണ് അല്ലേ, അതിൽ ആവുക എന്നുള്ളതിനൊരു ഫോമല്ലേ, ആണ്, ആയി, ഇതൊക്കെ ആവുക എന്ന് പറയില്ല. അതേപോലെ ഇപ്പോൾ നമ്മൾ പോവുക, ടു ഗോ, പോയി, പോയിരുന്നു, പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു ഫോമുകളില്ലേ, അതൊക്കെ ഒരു ടെൻസുകളാണ് മലയാളത്തിലെ. ഇംഗ്ലീഷിലും സിമിലർ ആയിട്ടുള്ള ടെൻസുകളുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ബി ആണ് ഫോം നമ്മുടെ മെയിൻ വേർബെങ്കിൽ. എന്താണ് ബി വേർബ് എന്ന് പറയാ? ഐ ആം വിനി എന്ന് പറഞ്ഞാൽ ഞാൻ വിനി ആകുന്നു, ഐ ആം വിനി. അപ്പൊ അവിടെ ആവുക എന്നുള്ളൊരു ഫോമാണ്, ആം ആണത്. ഐൻ്റെ കൂടെ ആം വരും. യു ആർ, ആരാണ്? യു ആർ, നിങ്ങളുടെ പേര് പറയാം. ഞാൻ സുബി എന്ന് പറഞ്ഞു, യു ആർ സുബി. ഓക്കെ, അവൾ, ഷീ ഇസ് രാധ, ഷീ ഇസ് രാധ. ഹീ ഇസ് പ്രഭാത്, ഹീ ഇസ് പ്രഭാത്. ഓക്കെ, അപ്പൊ ഐ ആം, യു ആർ, ഹീ ഇസ്, ഷീ ഇസ്, ഇറ്റ് ഇസ് എ കാറ്റ്, അതൊരു പൂച്ചയാണ്, ഇറ്റ് ഇസ് എ കാറ്റ്. വി ആർ ടീച്ചേഴ്സ്, ഞങ്ങളൊക്കെ ടീച്ചേഴ്സാണ്. യു ആർ, നിങ്ങളൊക്കെ സ്റ്റുഡൻസ് ആണ്. അപ്പം നിങ്ങൾ, യു ആർ, വി ആർ, ഞങ്ങൾ. അവർ, ദേ ആർ നേഴ്സസ്, അവരൊക്കെ നേഴ്സസ് ആണ്. അപ്പോൾ മനസ്സിലായോ? ഐ ആം എന്ന് പറയും, ഹീ ഇസ്, ഷീ ഇസ്, ഇറ്റ് ഇസ് എന്ന് പറയും. വി ആർ, യു ആർ, ദേ ആർ എന്ന് പറയും. എന്നോട് ആറ് വരും. അപ്പം ഇതിൽ നമ്മൾ കാണുന്ന ആം, ഇസ്, ആർ ഒക്കെ ബിയുടെ ഒരു ഫോമാണ്. ആവുക എന്നുള്ളതിൻ്റെ ഒരു ഫോമാണ്. നിങ്ങൾ നേഴ്സുമാരാകുന്നു, അവർ ടീച്ചേഴ്സ് ആകുന്നു, അവൻ പ്രഭാതാകുന്നു, അങ്ങനെ ആണ് അല്ലെങ്കിൽ ആകുന്നു, അതാണ് അർത്ഥം. നിങ്ങൾ ഈ മലയാളത്തിൽ നിന്ന് എക്സാക്ട്ലി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ വിനി ആകുന്നു എന്നൊന്നും ഞാനിങ്ങനെ പോയിട്ട് പറയാറില്ലല്ലോ, ഞാൻ വിനി ആണെന്നല്ലേ പറയാറുള്ളത് അല്ലേ. അപ്പം ആകുന്നു എന്ന് പറഞ്ഞാൽ, ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ ഒന്നല്ലേ അല്ലേ. ഇതൊരു പൂച്ചയാകുന്നു, ഇതൊരു എന്താ പറയുക വെട്ടുവത്തി ആകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിനിമയിൽ പറഞ്ഞ മാതിരി ആണ് എന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ ഒരേ അർത്ഥമാണ്. നമ്മൾ പൊതുവെ ആകുന്നു എന്ന് അങ്ങനെ ഉപയോഗിക്കാറില്ല കമ്മ്യൂണിക്കേറ്റ് സ്പോക്കൺ ഇംഗ്ലീഷിൽ. അപ്പം ഞാൻ പറയണത് ബി മനസ്സിലായോ? അവൻ ഓടുന്നു, ചാടുന്നു എന്നൊക്കെ പറയുന്ന വേർബ്സ് നമുക്ക് മനസ്സിലാവും. ഓടുക, ചാടുക ഒക്കെ വേർബ്സ് ആണ്. പക്ഷേ ഈ ബി നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ഇത് എവിടെ നിന്നാണ് ഇത് ഇങ്ങനെ ഒരു വേർബായതെന്ന് പറഞ്ഞാൽ, ആവുക എന്നതും ഒരു വേർബാണ്, അതിൻ്റെ ഫോംസ് ആണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ, ബി എപ്പോഴാണ് നമ്മൾ വേർബായിട്ട് ഉപയോഗിക്കുക? ഐ ആം വിനി, ഐ ആം എ ടീച്ചർ, ഐ ആം എ വെജിറ്റേറിയൻ എന്നൊക്കെ. ഞാൻ വെജിറ്റേറിയൻ അല്ല, പക്ഷെ ഞാൻ അങ്ങനെ പറയാം, അങ്ങനെ പറയാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഐ ആം വിനി, എൻ്റെ പേര്. ഐ ആം ഫ്രം കൊച്ചി എന്നിരിക്കട്ടെ, ഐ എം ഫ്രം കൊച്ചി. ഞാൻ കൊച്ചി എന്നല്ല, പക്ഷെ എന്നാൽ കൊച്ചി, വെറുതെ എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വരുന്ന സ്ഥലം, ഐ എം ഫ്രം. ഐ എം എ ടീച്ചർ, എൻ്റെ പ്രൊഫഷൻ. അപ്പം ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ഐ എം എ മലയാളി, ഐ എം എൻ ഇന്ത്യൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഐ ആം എന്ന് വെച്ചിട്ട് വരാം. അപ്പം നിങ്ങളാണെങ്കിലോ, നിങ്ങളെക്കുറിച്ച് ഞാൻ പറയാം, യു ആർ രാധ, യു ആർ an Indian, യു ആർ എ വെജിറ്റേറിയൻ, യു ആർ ഫ്രം കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞാൽ പറയാം. അപ്പോൾ യു ആർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റിനെ സംബന്ധിച്ച കാര്യങ്ങൾ, ദേ ആർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഐഡൻറ്റിറ്റിനെ കുറിച്ച്, വി ആർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി, നമ്മൾ എവിടെ നിന്ന് വരുന്നത്, നമ്മുടെ പ്രൊഫഷൻ, വി ആർ ടീച്ചേഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാ സെൻറ്റൻസും നമ്മൾ ബി വെച്ചിട്ടാണ് ഉപയോഗിക്കുക അല്ലേ. അപ്പം അതിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ബിയുടെ ഫോം ആദ്യം വരിക. ഐ ആം എ ടീച്ചർ,
അതിന് ചോദ്യം എന്തായിരിക്കും? ഇതേപോലെ ചോദ്യം ഉണ്ടാക്കാൻ ആം ഐ എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആണോ? അപ്പം ബിയുടെ ഫോം ആദ്യം ഇടുക, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഇടുക, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് വരിക. സെൻറ്റൻസ് ഉണ്ടാക്കുന്നുണ്ടോ? ഐ ആം എ ടീച്ചർ, അതിൻ്റെ ചോദ്യം എന്തായിരിക്കും? ആം ഐ എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണോ? യു ആർ എ ടീച്ചർ, അതിൻ്റെ ചോദ്യം എന്താ? ആർ യു എ ടീച്ചർ. നമ്മൾ പൊതുവെ യു ആർ എ ടീച്ചർ അങ്ങനെ പറയാറുണ്ട്. അതിനേക്കാളും നല്ലത് ചോദ്യമായി ചോദിക്കുന്ന ആർ യു എ ടീച്ചർ അങ്ങനെ. അല്ലെങ്കിൽ ഏജ്, ഹീ ഈസ് 10 years old, അവൻ 10 വയസ്സുള്ള ഒരാളാണ്. ഹീ ഈസ് 10 years old. അയാളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് അങ്ങനെ ചോദിക്കാം. ഹീ ഈസ് 10 years old. ഓക്കെ, അപ്പോൾ ചോദ്യം അവന് 10 വയസ്സുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഇസ് ഹീ 10 years old? ഇസ് ഹീ 10 years old? ഓക്കെ, അവർ ഡ്രൈവർമാരാണ്, എങ്ങനെ പറയും? ദേ ആർ ഡ്രൈവേഴ്സ്. അപ്പോൾ അവർ ഡ്രൈവർമാരാണോ എന്ന് ചോദിക്കാൻ ആർ ദേ ഡ്രൈവേഴ്സ്? ഓക്കെ, അപ്പം മനസ്സിലായോ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്? ഇനി ഐ ആം വിനി എന്ന് പറഞ്ഞു, അതിന് നെഗേറ്റീവ് എങ്ങനെ ചെയ്യാം? നെഗറ്റീവ് സെൻസ് എങ്ങനെ ഉണ്ടാക്കുക? ഞാൻ വിനി അല്ല എന്ന് ഇങ്ങനെ പറയാ, നോട്ട് ഇടുക. ഐ എം നോട്ട് വിനി, ഞാൻ വിനി അല്ല. ഞാൻ വെജിറ്റേറിയൻ അല്ല, ഐ എം നോട്ട് വെജിറ്റേറിയൻ. പൊതുവെ ഐ എം നോട്ട് എ വെജിറ്റേറിയൻ എന്ന് പറയും, ഒരു ഏർഡോടെ. ഐ എം നോട്ട് എ വെജിറ്റേറിയൻ. നിങ്ങൾ ടീച്ചേഴ്സ് അല്ല, യു ആർ നോട്ട് ടീച്ചേഴ്സ് കേട്ടോ. യു നോട്ട് ആർ അല്ല കേട്ടോ, ശ്രദ്ധിക്കണേ. യു ആർ നോട്ട് ടീച്ചേഴ്സ്. അവള് പാട്ടുകാരി അല്ല, ഷീ ഈസ് നോട്ട് എ സിംഗർ. ദേ ആർ നോട്ട് ഡ്രൈവേഴ്സ്, അവർ ഡ്രൈവേഴ്സ് അല്ല. മനസ്സിലായോ അത്? അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ടുള്ള ഫോം ഉണ്ടാക്കാം കേട്ടോ. നെഗേറ്റ് ചെയ്യാം. ഹീ ഈസ് ഫ്രം ഹൈദരാബാദ്. ഇത് നെഗേറ്റ് ചെയ്ത് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞേ. ഇതിപ്പോൾ ഹൈദരാബാദിൽ നിന്നാണ് അയാൾ എന്നാണ് നമ്മുടെ സെൻറ്റൻസ്. ഹീ ഈസ് നോട്ട് ഫ്രം ഹൈദരാബാദ്. അയാൾ ഹൈദരാബാദിൽ നിന്നാണോ എന്ന് ചോദ്യം ചോദിച്ചേ. ഹീസ് എന്നത് തിരിച്ചിടുക. ഇസ് ഹീ ഫ്രം ഹൈദരാബാദ്? ഇസ് ഹീ ഫ്രം ഹൈദരാബാദ്? അയാൾ ഹൈദരാബാദിൽ നിന്നാണോ? ഓക്കെ, ഇനി ഇതിലൊരു ചെറിയൊരു സംഭവം കൂടി ഉണ്ട്. ഹൈദരാബാദിൽ നിന്നാണോ എന്ന് ചോദിച്ചു, ഹൈദരാബാദിൽ നിന്ന് അല്ലേന്ന് ചോദിക്കണമെങ്കിലോ അവിടെ എസിന് പകരം ഇസിൻ്റ് എന്ന് പറയാം. ഇസിൻറ്റ് ഹീ ഫ്രം ഹൈദരാബാദ്? അയാൾ ഹൈദരാബാദിൽ നിന്നല്ലേ. ഇസിൻറ്റ് ഹീ ഫ്രം ഹൈദരാബാദ്? മനസ്സിലായോ? നിങ്ങൾ ഹൈദരാബാദിൽ നിന്നല്ലേ എങ്ങനെ പറയും? നിങ്ങൾ ഹൈദരാബാദിൽ നിന്നാണോ എന്ന് എങ്ങനെ പറയും? ആർ യു ഫ്രം ഹൈദരാബാദ്? ആർ യു ഫ്രം ഹൈദരാബാദ്? നിങ്ങൾ ഹൈദരാബാദിൽ നിന്നല്ലേ. ആർൻറ്റ് യു ഫ്രം ഹൈദരാബാദ്? ആർൻറ്റ് യു ഫ്രം ഹൈദരാബാദ്? കണ്ടോ, സിമ്പിളാണിത്. ഒരു അഫർമേറ്റീവ് സെൻറ്റൻസ് ഇങ്ങനെയാണെന്നുള്ള സെൻറ്റൻസ് കിട്ടിയാൽ ഇങ്ങനെയല്ലാന്നും ഇങ്ങനെയാണോന്നും ഇങ്ങനെയല്ലയോ എന്നും ഒക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? അവർ കർഷകരല്ലേ എങ്ങനെ ചോദിക്കും? അവർ കർഷകരാണ് എന്നെങ്ങനെ പറയും? അവർ ദേ ആർ ഫാമേഴ്സ്. അവർ കർഷകരല്ലേ. ആർൻറ്റ് ദേ ഫാമേഴ്സ്? ഓക്കെ, അപ്പോൾ ഇതാണ് ബി വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ. ഇത് എടുത്തു പറയണത് എന്താണെന്ന് വെച്ചാൽ ഒരേ ടെൻസിൽ തന്നെ ഈ ബിയും ബി അല്ലാത്ത വേർബ്സും വരുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ നെഗേറ്റ് ചെയ്യും സെൻറ്റൻസ് ഉണ്ടാക്കുകയൊക്കെ. ബാക്കി എല്ലാ വേർബ്സിനും എന്ന് വെച്ചാൽ ഡു, ഹാവ്, ഈറ്റ്, ക്രൈ, റൺ, അങ്ങനെ എല്ലാ വേർബ്സിനും നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഡൂവോ ഡസ്സോ അല്ലെങ്കിൽ ഡൂടെ നെഗേറ്റ് ചെയ്യുന്ന ഡോണ്ടോ ഡസിൻ്റോ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുക? ഐ, യു, ദേ, വി സബ്ജക്റ്റായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ സബ്ജക്റ്റായി വരികയാണെങ്കിൽ വർക്ക്, ഡ്രൈവ്, ഡു എന്ന് പറഞ്ഞു അല്ലേ. ഹീ, ഷീറ്റ് ആണെങ്കിലോ വർക്ക്സ്, ഡ്രൈവ്സ്, ഡസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഐ, യു, ദേവി വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കും? ഡു അല്ലെങ്കിൽ ഡോണ്ട് ഉപയോഗിക്കണം. അവർ രാത്രിയിൽ വണ്ടി ഓടിക്കാറുണ്ട്. ദേ ഡ്രൈവ് അറ്റ് നൈറ്റ്. കേട്ടോ, ദേ ഡ്രൈവ്സ് അല്ല, ദേ ഡ്രൈവ് അറ്റ് നൈറ്റ്. ഞാൻ രാത്രിയിൽ വണ്ടി ഓടിക്കാറുണ്ട്. ഐ ഡ്രൈവ് അറ്റ് നൈറ്റ്. നിങ്ങൾ രാത്രിയിൽ വണ്ടി ഓടിക്കാറുണ്ട്. യു ഡ്രൈവ് അറ്റ് നൈറ്റ്. നമ്മൾ രാത്രിയിൽ വണ്ടി ഓടിക്കാറുണ്ട്. വി ഡ്രൈവ് അറ്റ് നൈറ്റ്. ഇനി ഇതിൻ്റെ നെഗേറ്റ് ചെയ്തേ, അല്ല എന്ന് പറഞ്ഞേ. ഇതിനിടെ നെഗേറ്റ് ചെയ്യണമെങ്കിൽ ഡോണ്ട് എന്ന് പറയണം. ഐ ഡോണ്ട് ഡ്രൈവ് അറ്റ് നൈറ്റ്. വി ഡോണ്ട് ഡ്രൈവ് അറ്റ് നൈറ്റ്. യു ഡോണ്ട് ഡ്രൈവ് അറ്റ് നൈറ്റ്. ദേ ഡോണ്ട് ഡ്രൈവ് അറ്റ് നൈറ്റ്. ഓക്കെ, ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ രാത്രി വണ്ടി ഓടിക്കാറുണ്ടോ?
ഡു ഐ ഡ്രൈവ് അറ്റ് നൈറ്റ്? നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ രാത്രി വണ്ടി ഓടിക്കാറുണ്ടോ? ഡു വി ഡ്രൈവ് അറ്റ് നൈറ്റ്? നിങ്ങൾ രാത്രി വണ്ടി ഓടിക്കാറുണ്ടോ? ഡു യു ഡ്രൈവ് അറ്റ് നൈറ്റ്? അവർ രാത്രി വണ്ടി ഓടിക്കാറുണ്ടോ? ഡു ദേ ഡ്രൈവ് അറ്റ് നൈറ്റ്? ഇനി ഞാൻ രാത്രി വണ്ടി ഓടിക്കാറില്ല. ഐ ഡോണ്ട് ഡ്രൈവ് അറ്റ് നൈറ്റ് അല്ലേ, നെഗേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ രാത്രി വണ്ടി ഓടിക്കാറില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഡോണ്ട് ഐ ഡ്രൈവ് അറ്റ് നൈറ്റ്? ഡോണ്ട് യു ഡ്രൈവ് അറ്റ് നൈറ്റ്? ഡോണ്ട് വി ഡ്രൈവ് അറ്റ് നൈറ്റ്? ഡോണ്ട് ദേ ഡ്രൈവ് അറ്റ് നൈറ്റ്? ഓക്കെ, അപ്പോൾ ഡൂവോ ഡോണ്ടോ വെച്ചിട്ടാണ്. ഡു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ളത്, ഡോണ്ട് എന്ന് വെച്ചാൽ നോട്ടുള്ള ഫോമും. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് നെഗേറ്റ് ഒക്കെ ചെയ്യാം. അത് ഐ യു ദേവി ആണെങ്കിൽ. ഹീ ഷീറ്റ് ആണെങ്കിലോ ഡസ്. ഈ ഡോണ്ടിന് പറഞ്ഞ മാതിരി തന്നെ ഡസിൻറ്റും. ഓക്കെ, അപ്പോൾ ഹീ ഡ്രൈവ്സ് അറ്റ് നൈറ്റ്, അത് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. ഈ ഹീ ഷീറ്റിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് എപ്പോഴും എസ് വേണം അല്ലേ. പക്ഷേ നമ്മൾ ചോദ്യം ഉണ്ടാക്കുമ്പം ഈ വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ഇടില്ല, പകരം ഡസിൻ്റെ കൂടെയാണ് എസ് വരിക. ഡു എന്നുള്ളത് ഡസ്, അതിലൊരു എസ് ഇല്ലേ, അതാണ് ഉപയോഗിക്കുക. മനസ്സിലായോ? ഹീ ഡ്രൈവ്സ് അറ്റ് നൈറ്റ് എന്ന് പറയുന്നതിൻ്റെ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയാൻ ഹീ ഡസൻറ്റ് ഡ്രൈവ് അറ്റ് നൈറ്റ്. ഹീ ഡസൻറ്റ് ഡ്രൈവ്സ് എന്ന് പറയണ്ട, മനസ്സിലായോ? എസ് ഡസിൻ്റെ കൂടെ പോയാൽ മതി. ഹീ ഡസൻറ്റ്, ഹീ ഡോണ്ട് അല്ല, ഹീ ഡസൻറ്റ് ഡ്രൈവ് അറ്റ് നൈറ്റ്. ആ എസ് വരണം എന്നുള്ളത് ഓർമ്മ വേണം, പക്ഷെ ഇത് എവിടെയാണ് വരിക എന്നുള്ളത് ഓർമ്മ വേണം. ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യുക ഹീ ഷീറ്റിനൊപ്പം. പൊതുവെ നമ്മൾ ഡസ് എന്നുള്ളൊരു വാക്ക് കണ്ടാൽ പിന്നെ വേർബിന് മാറ്റരുത്, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഹീ ഡ്രൈവ്സ് അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹീ ഡസൻറ്റ് ഡ്രൈവ്സ് അറ്റ് നൈറ്റ് എന്ന് പറയരുതെന്ന് ഞാൻ പറഞ്ഞത്. ഹീ ഡസൻറ്റ് ഡ്രൈവ്, അത് ശ്രദ്ധിക്കണം, അത് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇനി ചോദ്യമാണെങ്കിലോ ഡസ് ഹീ ഡ്രൈവ് അറ്റ് നൈറ്റ്? ഡ്രൈവ്സ് അല്ല, ഡസ് ഹീ ഡ്രൈവ് അറ്റ് നൈറ്റ്? അവൻ രാത്രി വണ്ടി ഓടിക്കാറുണ്ടോ? അവൾ രാത്രി വണ്ടി ഓടിക്കാറുണ്ടോ? ഡസ് ഷീ ഡ്രൈവ് അറ്റ് നൈറ്റ്? ഓക്കെ, ഇറ്റ് അതുപോലെ തന്നെ. ഇറ്റ് എന്ന് വെച്ചിട്ട് ഡസ് ഇറ്റ് ഈറ്റ് ഫിഷ്? ഒരു പൂച്ചനെ കണ്ടിട്ട് അത് മീൻ തിന്നാറുണ്ടോ? ഡസ് ഇറ്റ് ഈറ്റ് ഫിഷ്? ഈറ്റ്സ് അല്ല കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയോ? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാറില്ലേ എന്ന് ചോദിക്കണമെങ്കിലോ, ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ ഡസ്, ചെയ്യാറില്ലേ? ഡസൻറ്റ് ഹീ ഡ്രൈവ് അറ്റ് നൈറ്റ്? ഡസൻറ്റ് ഷീ ഡ്രൈവ് അറ്റ് നൈറ്റ്? ഡസൻറ്റ് ഇറ്റ് ഈറ്റ് ഫിഷ്? കഴിക്കാറില്ലേ? കൊടുത്തിട്ട് കഴിച്ചില്ലല്ലോ. ഡസൻറ്റ് ഇറ്റ് ഈറ്റ് ഫിഷ്? ഇനി ഒരു സംശയം വരാനുള്ളത്, ഐ ആം ഫ്രം ഇന്ത്യ എന്ന് പറയില്ലേ, ഐ കം ഫ്രം ഇന്ത്യ എന്ന് പറയും. ഈ രണ്ട് സെൻറ്റൻസിൻ്റെയും നെഗേറ്റ് എങ്ങനെ ചെയ്യുക? ഐ ആം ഫ്രം ഇന്ത്യ എങ്ങനെ നെഗേറ്റ് ചെയ്യുക? അവിടെ ബി അല്ലേ വേർബ്, അപ്പം എങ്ങനെ വരിക? ആം ഐ ഫ്രം ഇന്ത്യ എന്ന ചോദ്യം വരും, നെഗേഷൻ വരിക ഐ എം നോട്ട് ഫ്രം ഇന്ത്യ. ഐ കം ഫ്രം ഇന്ത്യ എന്നാണെങ്കിലോ അവിടെ വേർബ് ബി അല്ല, കമ്മ. അപ്പം എന്ത് ഉപയോഗിക്കണം? ഡു ഓ ഡസ് ഉപയോഗിക്കണം അല്ലേ. ഐ എന്ന് പറയുമ്പോൾ ഡു. ഞാൻ ഇന്ത്യ നല്ല വരുന്നത്, ഐ ഡോണ്ട് കം ഫ്രം ഇന്ത്യ. കണ്ടോ, ഒരേ മീനിങ് തന്നെ വേർബ് മാറുമ്പം ആ സെൻറ്റൻസ് സ്ട്രക്ചർ മാറും. ഞാൻ ഇന്ത്യയിൽ നിന്നല്ല വരുന്നത്, ഐ ഡോണ്ട് കം ഫ്രം ഇന്ത്യ. ഞാൻ ഇന്ത്യയിൽ നിന്നാണോ വരുന്നത്? ഡു ഐ കം ഫ്രം ഇന്ത്യ? ഓക്കെ, എനിക്ക് ആരാ ചോദിക്കുക? ഫുൾ അംലേഷൻ പിടിച്ച്, അംലേഷൻ എന്ന് പറയില്ല, നമ്മൾ അംനേഷ്യനെ ഏതൊരു സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അത് പിന്നെ എനിക്ക് അംനേഷ്യ എന്ന് വരില്ല, അംലേഷ്യ എന്നേ വരുള്ളൂ. അപ്പോൾ അംലേഷൻ പിടിച്ച് നമ്മളിങ്ങനെ കംപ്ലീറ്റ് മറന്നുപോയാൽ ഡു ഐ കം ഫ്രം ഇന്ത്യ, ഇന്ത്യയിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നിങ്ങനെ ചോദിക്കണ പോലെ. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതിൽ വേറൊരു കാര്യം പറയേണ്ടത്, ഞാൻ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിക്കണമെങ്കിൽ എവിടുന്നാന്നുള്ള വാക്ക്, എവിടെ നിന്നാ, അത് വേർ ഡു ഐ കം ഫ്രം? എവിടുന്നാണ് ഞാൻ വരുന്നത്? എവിടുന്നാണ് നിങ്ങൾ വരുന്നത്? വേർ ഡു യു കം ഫ്രം? ഓക്കെ, തണുത്ത രാജ്യങ്ങളിൽ നെല്ല് വിളയാറില്ല, നെല്ല് ഉണ്ടാക്കാറില്ല, അങ്ങനെ പറയും റൈസ്, നെല്ല് റൈസ് വളരാറില്ല. ഡസൻറ്റ് ഗ്രോ എവിടെ? ഇൻ കോൾഡ് ക്ലൈമറ്റ്സ്. കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സൽ കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എവിടുന്നാന്ന് പറയാൻ വേർ, എങ്ങനെയെന്ന് പറയാൻ ഹൗ, ഏതെന്ന് പറയാൻ വാട്ട്. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, അതിലേതെന്ന് ചോദിക്കാൻ വിച്ച്. കുറേ സാധനങ്ങൾ, ഇപ്പോൾ ഏത് കളറാണ് നിനക്ക് ഇഷ്ടം? പക്ഷേ എത്രയോ കളറുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ വാട്ട് കളർ ഡു യു ലൈക്ക്? ഒരു നീലയും ഒരു കറുപ്പും പേന എന്നിട്ട് അതിലേതാ കളറാന്ന് ചോദിക്കാൻ വിച്ച് കളർ. അതാണ് പറഞ്ഞത്, കുറച്ച് ഓപ്ഷൻസേ ഉള്ളുവെങ്കിൽ വിച്ചും, കുറേ ഉണ്ടെങ്കിൽ വാട്ടും. ഓക്കെ, എന്താന്ന് പറയാനും വാട്ട് എന്ന് ഉപയോഗിക്കാം. എന്താ പറ്റിയേ? വാട്ട് ഹാപ്പൻഡ് എന്നൊക്കെ പറയാം. എപ്പോഴാന്ന് ചോദിക്കാൻ വെൻ, എത്ര മണിക്ക് എന്ന് കൃത്യസമയം അറിയണമെങ്കിൽ വാട്ട് ടൈം. എവിടെ? വേർ. ആര്? ഹൂ,
ആരുടെ, ഹൂസ്. എത്ര ഇടവിട്ട് അല്ലെങ്കിൽ എത്ര കൂടുമ്പോൾ എന്ന് പറയാൻ ഹൗ ഓഫ്റ്റൻ. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ, സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അത് വരും. അപ്പോൾ ഇന്നത്തെ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ചോദിച്ചോക്കട്ടെ, അവൾ സാറയാണോ? എങ്ങനെ ചോദിക്കും? സാറയുടെ കൂടെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പെണ്ണിങ്ങനെ പോകണപ്പോൾ അത് സാറയാണോ എന്നൊരു സംശയം. അവൾ സാറയാണോ എങ്ങനെ ചോദിക്കും? അവൾ സാറയാണെന്ന് എങ്ങനെ പറയും? അവൾ ഷീ ഈസ് സാറ. അവൾ സാറയാണോ? ഇസ് ഷീ സാറ. അത് സാറ അല്ലയോ അങ്ങനെ ചോദിക്കണമെങ്കിലോ ഇസിൻ ഷീ സാറ. ഓക്കെ. ഇനി വേറെ ഒരു ട്രിക്കി കാര്യം എന്ന് വെച്ചാൽ ഈ ക്ലാസ്സിൽ ഞാൻ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് എടുക്കണം. അപ്പം നിങ്ങളുടെ പ്രധാന സംശയങ്ങളൊക്കെ ഇതിൽ ക്ലിയർ ആവും. ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും 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 കണ്ടത് മനസ്സിലാക്കണം. കാരണം നിങ്ങളുടെ ഫൗണ്ടേഷനാണിത്, അടിത്തറയാണിത്. ഓക്കെ. ഞാൻ ഇനി വേറെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡു നമ്മുടെ മെയിൻ വേർബായിട്ട് വരും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചോദ്യം ഉണ്ടാക്കാൻ ഡു, ഡോണ്ട്, ഡസ് എന്നൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡു ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ്, നീ മീൻ കഴിക്കാറുണ്ടോ? ഡു യു ഈറ്റ് ഫിഷ് അല്ലേ? ഡു യു ഈറ്റ് ഫിഷ്. നീ മീൻ കഴിക്കാറില്ലേ? ഡോണ്ട് യു ഈറ്റ് ഫിഷ്. അപ്പോൾ അവിടെയൊക്കെ ആ ഡു വന്നില്ലേ. പക്ഷെ ഡൂന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നുള്ള ഇതാണ്. ഡു യുവർ ഹോംവർക്ക്, ഹോംവർക്ക് ചെയ്യൂ എന്നാണ് പറയണത്. ഐ ആം ഡൂയിങ് മൈ ഹോംവർക്ക്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കും ആ ടെൻസ്. പക്ഷെ അതിൻ്റെ അർത്ഥം ചെയ്യുക. അപ്പോൾ ഈ ചോദ്യത്തിലൊരു ഡു വന്നു, അല്ലാണ്ടൊരു ഡു വന്നു. അപ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോൾ ഒരു ചോദ്യം, എന്താ ചെയ്യാറ്, എന്താ ജോലി എന്ന് ചോദിക്കാൻ വാട്ട് ഡു യു ഡു. അടച്ചോനെ 2 ഡു അവിടെ. ഇനി എന്ത് ചെയ്യും? മനസ്സിലായോ? അത് വാട്ട് ഡു യു ഡൂല് ആ അവസാനത്തെ ഡൂക്ക് പകരം വാട്ട് ഡു യു ഈറ്റ് എന്ന് എടുത്ത് നോക്കിയേ. നീ എന്താണ് കഴിക്കാറ്? വാട്ട് ഡു യു ഈറ്റ്. ഇപ്പോൾ നീ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കാറ്? വാട്ട് ഡു യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ദോശ, ഇഡ്ഡലി, അങ്ങനെയൊക്കെ ഉത്തരം കൊടുക്കും അല്ലേ? അപ്പോൾ കണ്ടോ, ഈറ്റിന് പകരം ആണ് അവിടെ രണ്ടാമത്തെ ഡു വന്നേക്കണേ. ആദ്യത്തെ ഡു ക്വസ്റ്റ്യൻ വേർഡ്, ഡു, ഡസ്, ഡസിൻ എന്നൊക്കെ പറഞ്ഞ് ഡോണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചില്ലേ. ഡി അല്ലാത്ത വേർബ് വരുമ്പം നമ്മൾ ഡു, ഡോണ്ട്, ഡസ്, ഡസിൻ്റെ വെച്ചിട്ടാണ് ചോദ്യം ഉണ്ടാക്കുകയെന്ന്. എന്താണെന്ന് പറയാൻ വാട്ട്, വാട്ട് ഡു യു. പിന്നെ നമ്മൾ മെയിൻ വേർബ് എന്താണ് നീ ചെയ്യാറ്. അപ്പോൾ അവിടുത്തെ ചെയ്യുക എന്നുള്ളതിനാണ് ഡു വന്നത്. വാട്ട് ഡു യു ഈറ്റ്, നീ എന്താ കഴിക്കാറ്. എപ്പോഴാണ് നീ കുളിക്കാറ്? വെൻ ഡു യു കുളിക്കാൻ, ടേക്ക് എ ഷവർ. എപ്പോഴാണ് നീ കുളിക്കാറ്. ഓക്കെ, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരാൾ അവൻ ഭയങ്കര മടിയനാ, അങ്ങനെ പറയും ഹീസ് ഓൾവേസ്, എപ്പോഴും സോ ലേസി. ഹീസ് ഓൾവേസ് സോ ലേസി. ഇവിടെ കണ്ടോ, ഹീ എസിന് പകരം നമുക്ക് ഹീസ് ഇങ്ങനെ എഴുതാം കേട്ടോ. ഹീസ്, ഹീ അപ്പോസ്ട്രോഫി എസ്. ഹീസ് ഓൾവേസ് സോ ലേസി. എപ്പോഴും അവൻ ഭയങ്കര മടിയനാ, അല്ലെങ്കിൽ എപ്പോഴും അവന് ഭയങ്കര മടിയാ. അവന് ഒന്നും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യാറില്ല. ഹി ഡസൻറ്റ് ഡു എനിത്തിങ് ടു ഹെൽപ്പ്. അവൻ എന്താണ് ചെയ്യാത്തത്? ഹി ഡസൻറ്റ് ഡു എനിത്തിങ്, ഒരു കാര്യം ചെയ്യാറില്ല. അപ്പോൾ ഹീ ഡോണ്ട് എനിത്തിങ് അല്ലെങ്കിൽ ഹീ ഡസൻറ്റ് എനിത്തിങ് ഒന്നും പറയാൻ പാടില്ല. ഒന്നാമത് ഹീയുടെ കൂടെ നമ്മൾ ഡസിൻ്റെ അല്ലേ വരണ്ടെന്ന് വെച്ചിട്ട് ഹീ ഡസൻറ്റ് എനിത്തിങ് എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ, അവനൊന്നും ചെയ്യാറില്ല. അതിൻ്റെ ചെയ്യുകയാണ് ആ ഡു കാണുന്നത്. മനസ്സിലായോ? അവനൊന്നും കഴിക്കാറില്ല. ഹി ഡസൻറ്റ് ഈറ്റ് എനിത്തിങ്. മനസ്സിലായോ? അപ്പോൾ അവനൊന്നും ചെയ്യാറില്ല. ഹി ഡസൻറ്റ് ഡു എനിത്തിങ്. ആ ഡസിൻ്റെ വന്നത് എന്താ? ഹീ കാരണം. അടുത്ത ഡു വന്നത് എന്താ കാരണം? വേർബിന് അതിൻ്റെ ബേസ് ഫോം, അതിനെ ഇളക്കാണ്ട് എസ് ഒന്നും ഇടാണ്ട് ഇടണ്ടേ. ഡൂവിൻ്റെ എസ് ഉള്ള ഫോമാണ് ഡസ്, എസ് ഇടാത്ത ഫോമാണ് ഡു. ഈറ്റിൻ്റെ എസ് ഉള്ള ഫോം ഈറ്റ്സ്, എസ് ഇടാത്ത ഫോം ഈറ്റ്. ഹി ഡസൻറ്റ് ഈറ്റ് എനിത്തിങ്, അവനൊന്നും കഴിക്കാറില്ല. ഹി ഡസൻറ്റ് ഡു എനിത്തിങ്, അവനൊന്നും ചെയ്യാറില്ല. ഈ വ്യത്യാസം മനസ്സിലാക്കണം. കാരണം ഇത് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇനി നമ്മൾ എത്ര കൂടുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാറ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും, ഈ ടെൻസ് ഉപയോഗിക്കും. നമ്മളിങ്ങനെ 6 മണിക്ക് എല്ലാ ദിവസവും രാവിലെ എണീക്കാറുണ്ടെന്ന് പറയാൻ എണീക്കുക, ഗെറ്റ് അപ്പ്. ഐ ഗെറ്റ് അപ്പ് എത്ര മണിക്ക്? 6 മണിക്ക്. എങ്ങനെ പറയും? അറ്റ് 6. ഞാൻ പറഞ്ഞില്ല അറ്റ് ഉപയോഗിക്കണമെന്ന്. അറ്റ് 6, ഒന്നില്ലെങ്കിൽ അറ്റ് 6 o'clock എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ് 6. എല്ലാ രാവിലെയും, എവ്രി മോർണിംഗ്. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 എവ്രി മോർണിംഗ്. നീ എത്ര കൂടുമ്പോൾ ഡോക്ടറെ കാണാൻ പോവാറ്? ഒരാൾക്ക് ഒരു ഷുഗറിൻ്റെ അസുഖമുണ്ട്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണാൻ പോകണം. അപ്പോൾ എത്ര കൂടുമ്പോഴാണ് പോവാറ്? ഹൗ ഓഫ്റ്റൻ ഡു യു ഗോ ടു ദി ഡോക്ടർ. കണ്ടോ, ഹൗ ഓഫ്റ്റൻ ഞാൻ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? എത്ര കൂടുമ്പോൾ എന്ന് പറയാൻ ഹൗ ഓഫ്റ്റൻ നമ്മൾ വാട്ട്, വെയർ, വിച്ച്, വെൻ എന്നൊക്കെ ഉള്ള സമയത്ത് ഞാൻ പഠിപ്പിച്ചതാണ്. എത്ര കൂടുമ്പോൾ. ഹൗ ഓഫ്റ്റൻ എന്താ ചെയ്യാറ്? ഡു യു ഗോ ടു ദി ഡോക്ടർ. എപ്പോഴാണ് ഡോക്ടറെ കാണാൻ പോറ്? വെൻ ഡു യു ഗോ ടു ദി ഡോക്ടർ.
അപ്പോൾ അതിന് പകരം എത്ര കൂടുമ്പോൾ ചോദിക്കാൻ ഹൗ ഓഫ്റ്റൻ. ഓക്കെ, അപ്പോൾ ഹോംവർക്കിന് സമയമായി. നന്നായിട്ട് മനസ്സിലാക്കുക, ക്ലാസ് മനസ്സിലാക്കി മാത്രം ഹോംവർക്ക് ചെയ്യുക, ഗസ് ചെയ്യരുത്. ഇത് മനസ്സിലാക്കി പോയാൽ പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, ഇതിൽ നമ്മൾ സൂസി എന്ന് പറഞ്ഞൊരു കുട്ടീനോടാണ് ചോദിക്കണത്. യു ആസ്ക് സൂസി ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹെർസെൽഫ്. സൂസീൻ്റെ അടുത്ത് നമ്മൾ അവളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം, സൂസി ഇങ്ങനെ അവിടെ ഇങ്ങനെ ടെന്നീസ് കളിക്കണം നിങ്ങൾ കാണാറുണ്ട്. യു നോ ദാറ്റ് സൂസി പ്ലേസ് ടെന്നീസ്. നിങ്ങൾക്ക് അറിയാം, യു നോ എന്ത്, ദാറ്റ് സൂസിക്ക് ടെന്നീസ് കളിക്കാറുണ്ട്, സൂസി ടെന്നീസ് കളിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാം. യു നോ ദാറ്റ് സൂസി പ്ലേസ് ടെന്നീസ്. പക്ഷെ നിങ്ങൾക്ക് അറിയണം എത്ര കൂടുമ്പോൾ അവിടെ പോയി കളിക്കാറുണ്ടെന്ന്. അപ്പോൾ ടെന്നീസൊക്കെ കഴിഞ്ഞ് വേറെ ദിവസം കാണുകയാണ് നമ്മൾ കേട്ടോ. അപ്പോൾ സൂസി നീ എത്ര കൂടുമ്പോൾ അവിടെ ടെന്നീസ് കളിക്കാറുണ്ട്? അപ്പോൾ എങ്ങനെ ചോദിക്കും അത്? ഹൗ ഓഫ്റ്റൻ ആ സെൻറ്റൻസ് ഉണ്ടാക്കണം. അതാണ് ആദ്യത്തെ ചോദ്യം. മനസ്സിലായല്ലോ? സൂസിനെ നിങ്ങൾ കാണാറുണ്ട് ടെന്നീസ് കോർട്ടിൽ ഇടയ്ക്ക് ഇങ്ങനെ കളിക്കുന്നതൊക്കെ. പക്ഷേ എവളെ എല്ലാ ദിവസവും കളിക്കാറുണ്ടോ, അത് 2 ആഴ്ച കൂടുമ്പോഴാണ് കളിക്കാറ്, എല്ലാ വൈകുന്നേരങ്ങളിലും പോകാറുണ്ടോ, അതൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ എത്ര കൂടുമ്പോൾ എന്ന് ചോദിക്കണം. ഹൗ ഓഫ്റ്റൻ ബാക്കി ആ സെൻറ്റൻസ് ഉണ്ടാക്കുക. മനസ്സിലായോ? ഒരു പക്ഷേ സൂസിയുടെ അനിയത്തി ഉണ്ട്, അവളും ടെന്നീസ് കളിക്കാറുണ്ടായിരിക്കാം കേട്ടോ. അപ്പം നമുക്ക് സൂസിയുടെ അടുത്ത് ചോദിക്കണം, സൂസി നിന്റെ സഹോദരിയും യുവർ സിസ്റ്റർ അയാളും ടെന്നീസ് കളിക്കാറുണ്ടോ? അപ്പോൾ ആ സെൻറ്റൻസ് ഉണ്ടാക്കണം. നിന്റെ സഹോദരിയും ടെന്നീസ് കളിക്കാറുണ്ടോ എന്നുള്ള സെൻറ്റൻസ് ഉണ്ടാക്കണം. ഓക്കെ, നൗ യു നോ ദാറ്റ് സൂസി ഗോസ് ടു ദ സിനിമ എ ലോട്ട്. സൂസി സിനിമ കാണാൻ വേണ്ടി പോവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കണം, എന്ത് ചോദിക്കണം? നീ ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണാൻ പോകാറുണ്ടോ എന്ന് ചോദിക്കണം. എന്ന് വെച്ചാൽ എത്ര ഇടവിട്ട് സിനിമ കാണാൻ പോവാറുണ്ട് എന്നുള്ള കാര്യം ചോദിക്കണം. അപ്പോൾ എത്ര ഇടവിട്ട്, ഹൗ ഓഫ്റ്റൻ, ബാക്കി സെൻറ്റൻസ് ഉണ്ടാക്കുക. ഇനി സൂസിക്കൊരു സഹോദരനുണ്ട്, അയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയണം. അപ്പോൾ സൂസി എന്ന് ചോദിക്കുക, നിൻ്റെ അനിയൻ അല്ലെങ്കിൽ നിൻ്റെ സഹോദരൻ എന്താ ചെയ്യാറ്, ജോലി എന്താണെന്ന് അറിയണം. എന്താ ചെയ്യാറ്? ഈ സെൻറ്റൻസ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി സൂസിയുടെ അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയനോ ആരോട് ഒരു സ്പാനിഷുകാരനാണ്, അച്ഛനായിരിക്കും അല്ലേ, അച്ഛൻ്റെ അനിയൻ മാത്രം സ്പാനിഷുകാരനാവാൻ ചാൻസ് ഇല്ലല്ലോ, ആവാം അല്ലേ. പക്ഷേ സൂസിയുടെ അച്ഛൻ സ്പാനിഷുകാരനാണെന്ന് നമുക്കൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ സൂസി നീ സ്പാനിഷ് സംസാരിക്കുമോ എന്ന് ചോദിക്കണം. ഓക്കെ, നീ സ്പാനിഷ് സംസാരിക്കുമോ? സൂസിയുടെ അച്ഛനന്മാരൊന്നും ഇവിടുത്തുകാരല്ല, അച്ഛനന്മാരല്ല, അപ്പൂപ്പൻ. അതാരാ? അപ്പൂപ്പൻ അമ്മൂമ്മയും ഗ്രാൻഡ് പാരൻസ്. അവരെവിടെയാണ് താമസിക്കണമെന്ന് അറിയണം. എവിടെയാണ് നിൻ്റെ ഗ്രാൻഡ് പാരൻസ് താമസിക്കുന്നത്? ഇനി സൂസിയുടെ പാസ്പോർട്ട് ഇന്ത്യൻ അല്ല, ജർമ്മൻ ആണോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുക, നീ ഒരു ജർമ്മൻ ആണോ എന്ന് ചോദിക്കണം. ഇത്രയും കാര്യങ്ങൾ, ഈ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റുക നിങ്ങളുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ഇതാണ് ഹോംവർക്ക് ചെയ്യണേ. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണോ? ഇംഗ്ലീഷ് കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഒരു 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ് എടുക്കാറുണ്ട്. അത് കോഴ്സ് വേണ്ടി ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. യൂട്യൂബ് കണ്ട് പഠിക്കുന്നവരെ എടുക്കേണ്ട കാര്യമില്ല. ഒരു കോംപ്രിഹെൻസീവ് ഇംഗ്ലീഷ് കോഴ്സാണ്. യൂട്യൂബിലെ വീഡിയോസ് അല്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസും അതിനൊരു സെപ്പറേറ്റ് സിസ്റ്റം ഉണ്ട് ആ കോഴ്സിന്. അപ്പം അങ്ങനെ കോഴ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ചോദിക്കുന്നതുകൊണ്ട് പറയുകയാണ്. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയച്ച ഡീറ്റെയിൽസ് തരാം. അല്ലാത്തവർ ഹോംവർക്ക് ചെയ്യുക, കോമെൻറ്റിൽ ഇടുക. അടുത്ത ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അടുത്ത ലെസൺ 3 നമ്മൾ ഡിസ്കസ് ചെയ്യും. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള എന്നാൽ ഭയങ്കര റിച്ച് ആയിട്ടൊരു ക്ലാസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.